ഹീസ് മൈ ബോയ്ഫ്രണ്ട് യതിൻ. യതിന്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് ശിവ പറഞ്ഞു. ഇവളെന്ത് തേങ്ങയെ പറയുന്ന എന്ന മട്ടിൽ ആലോചിച്ച് നിൽക്കുകയാണ് യതിൻ. യു ആർ ലക്കി മാൻ. ശിവ, ഓക്കെ ബൈ. ഡീ, നീ ഇതെന്തൊക്കെയാ പറഞ്ഞേ? ആ, ഇയാള് നേരത്തെ പറഞ്ഞില്ലേ അമ്മ കാണിച്ചു തന്ന ആള്? ആ, അതാണ് ദോ പോണ ആള്. അയാളെ കണ്ട് ഞാൻ അയാളോട് പറഞ്ഞു എനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂന്ന്. അപ്പൊ അയാള് ഞാൻ അടവിറക്കുന്നതാ അല്ലേന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂടെ വന്നാ കാണിച്ചു തരാന്ന്. എന്നാ പിന്നെ എന്താ കാണിക്കാൻ പാടില്ലേ? എന്തിനാ എന്റെ പറഞ്ഞു വന്നപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. അവളാണെങ്കിൽ അവനെ നോക്കി നിൽപ്പാണ്. ശിവ, നീ മുടക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്കിഷ്ട. എപ്പോഴെന്നൊന്നും അറിയില്ല, തല്ലുകൂടി എപ്പോഴും തോന്നിപ്പോയി. നിനക്ക് ഇഷ്ടമല്ലേലും ആണെങ്കിലും എന്നെ സഹിച്ചേ പറ്റൂ. അവൾ പറഞ്ഞു തീർന്നത് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. ഇഷ്ടമാണടി അഹങ്കാരി നിന്നെ എന്നും പറഞ്ഞ് ഒരു കിസ് ചെയ്യാൻ പോയതുമാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. പറ്റില്ല, നിന്റെ ലവറിന്റെ കൂടെ വരുന്നവളമാരെ കണ്ടിട്ടില്ലേ? എല്ലാ അഹങ്കാരികളാ. ഞാനൊന്നും വരില്ല നിനക്ക് കമ്പനിക്ക്. അത് കേട്ടതും യദുവും ശിവയും പരസ്പരം നോക്കി ചിരിച്ചു. അവൻ അവളോട് ചേർന്ന് നിന്നു. നീ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ എനിക്കറിയാം നിനക്ക് പാട്ടുകാരി പെണ്ണിൽ ഒരു കണ്ണുണ്ടെന്ന്. അയ്യോ എന്റെ പൊന്നേ മുട്ട്, അങ്ങനെ പറയല്ലടി. ഞാനിനി പാട്ട് കേൾക്കില്ല. ഒരു കൂട്ടർ സെറ്റായപ്പോൾ മറ്റൊരു അടിയായി. തൽക്കാലം അവരങ്ങനെ പോട്ടെ. അടിയും ഇടിയും പ്രണയവും ഒക്കെ ആയിട്ട്